ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഒരു പായസമാണെന്നുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സേമിയ പായസമാണ് കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കാം. അധികം കുക്കിംഗ് ടൈമൊന്നും വേണ്ട, അധികം ഇൻഗ്രീഡിയൻസും വേണ്ട, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ സേമിയ പായസം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇടയ്ക്ക് ഒരു സൺഡേയോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചെറിയ ഫംഗ്ഷനൊക്കെ ഉണ്ടാവുമല്ലോ, ബർത്ത്ഡേ അതല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി പോലെയുള്ള ഫംഗ്ഷൻസൊക്കെ ഉണ്ടാവുമ്പോൾ വെറുതെ ഒന്നുണ്ടാക്കി കഴിക്കൂ. ഒരു ചേഞ്ച്. അത് ചൂടോടെയും കഴിക്കാം, തണുപ്പിച്ചും കഴിക്കാം. തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സേമിയ പായസം തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. 240 ml കപ്പിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു കപ്പിൽ നിന്ന് എടുത്ത് പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് ഇനി അളവ് തെറ്റിപ്പോവാതിരിക്കാൻ. അതിലേക്ക് 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് ചൗവരി, ഒരു 50 ഗ്രാം ചൗവരി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണാണ്. അപ്പോൾ ആദ്യം നമുക്ക് കസ്റ്റർഡ് പൗഡറിലേക്ക് കുറച്ച് പാല് ചേർത്ത്, ചൂടില്ലാത്ത പാല് തന്നെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഒരു 1/4 കപ്പ് പാല് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ തുടങ്ങാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. റോസ്റ്റഡ് സേമിയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്, എങ്കിലും ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയൊരളവിൽ നെയ്യ് ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്യാം കേട്ടോ. വലിയ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ കളറ് മാറിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് പാല് പിരിഞ്ഞു പോവും എന്നുള്ളൊരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ പാല് സെപ്പറേറ്റ് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് പാല് ഇതിലേക്ക് തന്നെയാണ് ചേർക്കുന്നത്. തിളപ്പിക്കുന്നൊന്നുമില്ല. തിളപ്പിക്കാതെ ഈ ഒരു പാനിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പാനിൽ കറിയുടെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ സേമിയ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ സേമിയ റോസ്റ്റഡ് സേമിയ ആയതുകൊണ്ടാണ് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ പാല് ചേർത്ത് കൊടുക്കുന്നത്. അൺറോസ്റ്റഡ് സേമിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഈ ഒരു കളറായി വരുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമേ പാല് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പാല് ചേർത്ത് കൊടുക്കട്ടെ സേമിയയിലേക്ക്. ഫ്ലെയിം കുറച്ച് വയ്ക്കുക, കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം, ഇത് കണ്ടോ ചെറുതായിട്ട് കട്ടയായി തുടങ്ങി. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത പാക്കറ്റും കൂടി പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു സേമിയ പായസമാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഇതിലേക്ക് ഏലക്കാപ്പൊടിയാണ് ചേർക്കേണ്ടതെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കാം. അത് ഞാൻ എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റേർഡ് ചേർക്കുന്നത് കൊണ്ട് വാനില എസൻസ് ആണ് ചേർക്കേണ്ടതെങ്കിൽ വാനില എസൻസ് ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ പാലും ചേർത്ത് കഴിഞ്ഞു. ഇനി പാലൊന്ന് തിളച്ചു തുടങ്ങണം. അതുവരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. കസ്റ്റേർഡിൽ പാലൊഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ പാല് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാലിന് തിള വരാനായിട്ട് നന്നായിട്ട് ആവിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ക്ഷമയുണ്ടെങ്കിൽ പാല് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് സോക്ക് ചെയ്ത ചൗവരി ഉണ്ടല്ലോ, ചൗവരി ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് കുറച്ച് ക്ഷമ കുറവാണ്, അതുകൊണ്ടാണ് എനിക്ക് പാല് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ ക്ഷമയില്ലാത്തത്. അപ്പോൾ ചൗവരിയും കൂടി ചേർത്ത് വേവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചൗവരിക്ക് വേവ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ചൗവരി ചേർത്ത് വേവിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന ചൗവരിക്ക് വേവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു 2 വിസിൽ വരെ കുക്കറിൽ വേവിച്ചിട്ട് നന്നായിട്ട് അരിച്ച് കഴുകിയെടുക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആവുക. ഇപ്പോൾ തന്നെ ട്രാൻസ്പെറൻ്റ് ആയി വരും ഈ ഒരു ചൗവരി. വേവ് കുറവായതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ മധുരം ഒന്നും ചേർക്കരുത്. ചൗവരിയും നമ്മുടെ സേമിയയും കുക്കായി കഴിഞ്ഞിട്ട് മാത്രം മധുരം ചേർക്കുക, അല്ലെങ്കിൽ ചൗവരിയിലേക്കും സേമിയയിലേക്കും മധുരം പിടിക്കില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി എല്ലാം ചേർന്ന് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചൗവരിയും സേമിയയും കുക്കായിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. കുക്കായോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ നമ്മൾ സേമിയ എടുത്തിട്ട് ഒരു ഫോർക്ക് എടുത്തൊന്ന് കട്ട് ചെയ്ത് നോക്കുക. ഇതുപോലെ കട്ടായി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ സേമിയ കുക്കായിട്ടുണ്ട്. ഇത്രയും കുക്കായാൽ മതി. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് നമ്മുടെ ചൗവരിയിലേക്ക് സേമിയയിലേക്കും പിടിച്ചു വരിക. ചൗവരി ഇത് കണ്ടോ, ഈ ചൗവരി തിളച്ചപ്പോൾ തന്നെ കുക്കായി കേട്ടോ. അതുകൊണ്ട് ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട എന്ന് ഞാൻ പറഞ്ഞത്. ഇതുപോലെയുള്ള ചൗവരി വാങ്ങിക്കാതിരിക്കുകയാണ് നല്ലതും. ഈ ഒരു ചൗവരി തിളയ്ക്കുമ്പോൾ തന്നെ കുക്കാവുന്ന ചൗവരി അത്ര നല്ല ചൗവരിയല്ല, കുറച്ച് പശ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ പായസം ഒരു
90% റെഡി ആയി കഴിഞ്ഞു കേട്ടോ. പായസം അടുപ്പത്തേക്ക് വെച്ച് പാല് തിളയ്ക്കുന്ന സമയം ഉണ്ടെങ്കിൽ നമ്മുടെ പായസം റെഡി ആയി കിട്ടും. അപ്പോൾ ഇനി മധുരം നോക്കുക. മധുരം കുറവാണെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ കസ്റ്റർഡ് റെഡിയാക്കി വെച്ചിട്ടില്ലേ, പാല് ചേർത്ത് കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള സേമിയ പായസം. അപ്പോൾ നിങ്ങൾ ഇത്രയും സിമ്പിളായിട്ട് സേമിയ പായസം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, ഒരു വ്യത്യസ്തമായ ടേസ്റ്റോടുകൂടി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതുപോലെ വറുത്ത സേമിയ കിട്ടുകയാണെങ്കിൽ ചെറിയ സേമിയ വാങ്ങിക്കുക കേട്ടോ, അതാണ് ഏറ്റവും നല്ലത്. തിന്നായിട്ടുള്ള റോസ്റ്റഡ് സേമിയ വാങ്ങിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കട്ടെ. ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ കസ്റ്റർഡ് ചേർത്തിട്ടുണ്ടെങ്കിൽ കുറുകി കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ഓഫ് ചെയ്തിട്ടാണ് കസ്റ്റർഡ് ചേർക്കുന്നത്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. കസ്റ്റർഡ് ഒന്ന് കുക്കാവണമല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ടെക്സ്ചറും മാറി, കളറും മാറി, കുറുകിക്കഴിഞ്ഞു. ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഇനി ഇതിലേക്ക് വാനില എസൻസും ചേർക്കാം, ഏലക്കാപ്പൊടിയും ചേർക്കാം, ഇഷ്ടമുള്ളത് ചേർക്കാം. ഞാനിപ്പോൾ വാനില എസൻസാണ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാനില കസ്റ്റർഡാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ വാനില എസൻസ് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒന്ന് നന്നായിട്ട് നമ്മുടെ കസ്റ്റർഡ് ഒന്ന് കുക്കായി വരണം, അത്രയേ ഉള്ളൂ. കസ്റ്റർഡ് കുക്കായി വരാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല, വേഗം തന്നെ കുക്കായി കിട്ടും. പിന്നെ പായസം തിക്കായി പോവുകയാണെങ്കിൽ കുറച്ച് പാല് തിളപ്പിച്ച് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ. കുറച്ച് പാല് തിളപ്പിച്ച് ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. കുറച്ച് വാനില എസൻസും കൂടി ചേർക്കണം ഇനി ഇതിലേക്ക്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയും മതി. നമ്മുടെ പായസത്തിന് വ്യത്യസ്തമായൊരു ടേസ്റ്റും വ്യത്യസ്തമായൊരു ഫ്ലേവറും ഒക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ ഒരു വാനില എസൻസും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കുക. ഇനി നമുക്കിതിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ഫ്രൈ ചെയ്ത് ചേർക്കാം. താല്പര്യമില്ലെങ്കിൽ ഇത് നല്ലൊരു ഡെസേർട്ടായിട്ട് ചൂട് മാറ്റി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് സെറ്റ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. ഞാനിപ്പോൾ അതിൽ അഭിപ്രായം പറഞ്ഞു മാത്രം. ചിലർക്ക് ഇനിയിപ്പോൾ വാനില എസൻസിൻ്റെ കൂടെ കാഷ്യൂനട്ടിൻ്റെയും റൈസിൻസിൻ്റെയും നെയ്യുടെയും ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ താല്പര്യമില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമുക്കിനി കാഷ്യൂനട്ടും റൈസിൻസും ഫ്രൈ ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം റെഡിയായി. നമ്മളിനിയിപ്പോൾ കാഷ്യൂനട്ട് ഫ്രൈ ചെയ്യാനായിട്ട് നെയ്യ് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ റൈസിൻസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ കാഷ്യൂനട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് റൈസിൻസും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിത് സ്പൂണിൽ കോരി കഴിക്കുന്ന പാകത്തിലാണ് കേട്ടോ ഈ പായസം റെഡിയാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുന്ന പാകത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാലിൻ്റെ അളവ് കൂട്ടുക. ഇതിപ്പോൾ നമ്മൾ സ്പൂണിൽ കോരി കഴിക്കുന്ന പാകത്തിൽ എല്ലാവർക്കും, കുട്ടികൾക്കും വലിയ ആളുകൾക്കും എല്ലാവർക്കും കഴിക്കാൻ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പത്തിലുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാലിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇലയിൽ ഒഴിച്ചുണ്ണുന്ന രീതിയിലോ, ഇതിപ്പോൾ ഇലയിലൊക്കെ ഒഴിച്ചുണ്ണാം, അല്ലെങ്കിൽ ഗ്ലാസ്സിൽ കുടിക്കുന്ന രീതിയിലാക്കണം എന്നുണ്ടെങ്കിൽ ആക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ റൈസിൻസൊക്കെ റെഡിയായി. നമുക്കിത് പായസത്തിലേക്ക് ചേർക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത ഐറ്റംസ് പായസത്തിലേക്ക് ചേർത്ത് ഇപ്പോൾ തന്നെ കാഷ്യൂനട്ടൊക്കെ ചെറുതായിട്ട് കളർ ചേഞ്ച് ആയിക്കഴിഞ്ഞു. ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇത് ഇലയിൽ ഒഴിച്ചുണ്ണാൻ പാകത്തിലുള്ളതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് പായസം ഉണ്ടാക്കി നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. സേമിയ പായസം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിത് ഇളക്കി കുളമാക്കുന്നില്ല, എന്താണെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ മുങ്ങിപ്പോവും. അതുകൊണ്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. പക്ഷേ അതിന് മുൻപേ പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ ദിവസവും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് നാളെ കാണാം.